ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 32 ഭാഗം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. സൈക്യാട്രിസ്റ്റിൻ്റെ ഓർമ്മപ്പെടുത്തലിന് ശേഷമുള്ള ദിവസങ്ങൾ അതീവ ജാഗ്രതയുടേതായിരുന്നു. കുഞ്ഞു നോവയ്ക്കും വർഷയ്ക്കും പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ഹോം നേഴ്സിനെ നിയമിച്ചു ഷേർലി. വർഷയുടെ പെരുമാറ്റത്തിലോ മാനസികാവസ്ഥയിലോ നേരിയ മാറ്റം കണ്ടാൽ പോലും ഉടൻ തന്നെ കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റണം. ആദ്യ ദിവസം തന്നെ ഷേർലിക്ക് കൊടുത്ത നിർദ്ദേശം അവൾ അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു. പാവം കുഞ്ഞൻ. അമ്മയുടെ മാറ്റം അവനെയായിരുന്നു ഏറ്റവും അധികം വേദനിപ്പിച്ചത്. ഒരു കാലത്ത് വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചിരുന്നവൾ തിരിഞ്ഞു പോലും നോക്കാത്ത അവസ്ഥ. അവളുടെ ഈ നിസ്സംഗത കുഞ്ഞനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ അപ്പനും അമ്മയും എല്ലാമായി താൻ മാറുകയായിരുന്നു. ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തതോടെ തൻ്റെ തിരക്കുകൾ വർദ്ധിച്ചു. അമ്മായിയച്ഛൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ റാമിന് വലിയൊരു ആശ്വാസമായിരുന്നു. റാമിൻ്റെ ഓർമ്മകൾ പതുക്കെ എല്ലാം തകർത്തെറിഞ്ഞ ആ ദിവസത്തിലേക്ക് തിരിഞ്ഞു നടന്നു. രാവിലെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വസ്ത്രങ്ങൾ മാറ്റി തോർത്തുടുപ്പിച്ച് നിൽക്കുമ്പോഴായിരുന്നു ആ ഫോൺ കോൾ വന്നത്. ഫോൺ സ്ക്രീനിൽ ഫ്ലാഷ് ചെയ്ത പേര് കണ്ടപ്പോൾ തന്നെ രക്തസമ്മർദ്ദം ഉയരുന്നത് റാം അറിഞ്ഞു. ഹലോ സർ, പെട്ടെന്ന് വരണം. മറുതലയ്ക്കിൽ നിന്നും ഡ്യൂട്ടി ഓഫീസറുടെ വിറയ്ക്കുന്ന ശബ്ദം. അവർ പറഞ്ഞ വിവരങ്ങൾ റാം ഞെട്ടലോടെയാണ് കേട്ടത്. തലേ ദിവസം അറസ്റ്റ് ചെയ്ത കുപ്രസിദ്ധനായ ഗുണ്ടാത്തലവൻ ഇപ്പോൾ സെല്ലിൽ മരിച്ചു കിടക്കുന്നു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ വേണ്ടപ്പെട്ടവനായതുകൊണ്ട് തന്നെ ഈ മരണം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റാം തിരിച്ചറിഞ്ഞു. മാധ്യമങ്ങൾ ഇതിനകം തന്നെ സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ചു കഴിഞ്ഞിരുന്നു. ADGP എന്ന നിലയിൽ അവിടുത്തെ ക്രമസമാധാന നില നിലനിർത്തേണ്ടതും മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടതും തൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. റാം കുഞ്ഞിനെ നോക്കി. ആ ചെറിയ കണ്ണുകളിൽ അച്ഛൻ്റെ തിരക്ക് കാണാമായിരുന്നു. മോനെ കുഞ്ഞ. റാം അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. കുഞ്ഞൻ അവനെ ഉറ്റുനോക്കി. ഡാഡിക്ക് അത്യാവശ്യമായി സ്റ്റേഷനിൽ പോകേണ്ടതുണ്ട്. ഒരു ദിവസത്തേക്ക് മോൻ തനിയെ കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകാമോ? ഓക്കെ ഡാഡി, ഡോണ്ട് വറി അബൌട്ട് മീ, ഐ എം എ ബിഗ് ബോയ്. അവൻ നിലത്ത് നിന്ന് അല്പം ഉയർന്നു നിന്ന് ഗൗരവത്തിൽ പറഞ്ഞു. വാതിലിനടുത്തേക്ക് ധൃതിയിൽ നീങ്ങവേ പെട്ടെന്ന് അവൻ വിളിച്ചു ചോദിച്ചു, ഡാഡി, മൈ കിസ്. അത് കേട്ടപ്പോൾ റാമിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. തിരക്കിനിടയിൽ അത് താൻ മറന്നുപോയിരുന്നു. പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്ന് കവിളിലൊരു കുഞ്ഞു മുത്തം നൽകിക്കൊണ്ട് റാം പറഞ്ഞു, സോറി കുട്ടാ, ഡാഡി വല്ലാത്ത തിരക്കിലായതുകൊണ്ട് മറന്നുപോയി. ഷേർലി ആൻറ്റിയോട് എന്തെങ്കിലും വാങ്ങി കഴിച്ചിട്ട് വേണേ പോകാൻ. നിറഞ്ഞ സന്തോഷത്തോടെ കുളിക്കാനായി തയ്യാറെടുക്കുന്ന കുഞ്ഞിനെ കണ്ടുകൊണ്ട് റാം അതിവേഗം റൂമിലേക്ക് പാഞ്ഞു. മുറിയിലേക്ക് കടക്കുമ്പോൾ വർഷ കണ്ണടച്ച് അഗാധമായ ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് റെഡിയായി അവളെ ശല്യപ്പെടുത്താതെ റാം നേരെ ഷേർലിയുടെ അടുത്തേക്ക് ചെന്നു. ഷേർലി, കുഞ്ഞൻ കുളിക്കാൻ പോയിട്ടുണ്ട്. അവൻ റെഡിയായി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുത്ത് സ്കൂൾ ബസ്സിൽ കയറ്റി വിടണം. പിന്നെ പോകുമ്പോൾ നോവേ എടുക്കാൻ മറക്കരുത്. എനിക്ക് അത്യാവശ്യമായി സ്റ്റേഷനിൽ എത്തേണ്ടതുണ്ട്. ധൃതിയോടെ അത്രയും പറഞ്ഞ് റാം പുറത്തേക്ക് കുതിക്കാൻ തയ്യാറെടുത്തു. വാതിലിനടുത്തേക്ക് ധൃതിയിൽ കുതിച്ച റാമിനെ തടഞ്ഞുകൊണ്ട് വർഷ പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. അവളുടെ മുഖത്ത് ഒരു ചെറിയ പരിഭവം നിറഞ്ഞു നിന്നിരുന്നു. എന്താ റാമിങ്ങനെ? എൻ്റെ മോൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയില്ലേ? ഇതൊക്കെ എന്നോട് പറഞ്ഞാൽ പോരെ? അവൻ കൊച്ചുകുട്ടിയല്ലേ, അവന് തനിച്ച് കുളിക്കാനൊന്നും അറിയില്ല. പാവം കുട്ടി. കുഞ്ഞോളിപ്പോൾ ഉറങ്ങുകയുമാണ്. ഞാൻ തന്നെ അവനെ ഒരുക്കി വിട്ടോളാം. വർഷയുടെ വാക്കുകളിലെ ആ വാത്സല്യവും ഉത്തരവാദിത്വവും റാമിനെ അമ്പരപ്പിച്ചു. അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞ ആ പഴയ സ്നേഹം അവന് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. സാവധാനം അവളുടെ അരികിലേക്ക് നടന്ന് വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. നെറ്റിയിലൊരു കുഞ്ഞു മുത്തം നൽകിക്കൊണ്ട് റാം പുഞ്ചിരിയോടെ പറഞ്ഞു, സോറി മോളെ, നീ ഉറങ്ങുകയാണെന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഷേർലിയെ ഏൽപ്പിച്ചത്. നീ ചെന്നാൽ അവൻ എന്തെന്നില്ലാത്ത സന്തോഷമാകും. നിന്നെ അത്രമാത്രം അവൻ മിസ് ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ റാമിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത സമാധാനമായിരുന്നു നിറഞ്ഞു നിന്നത്. മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നത് കൊണ്ട് വർഷ മെല്ലെ മെല്ലെ പഴയ വർഷയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിന്ത റാമിന് വല്ലാത്തൊരു കരുത്ത് നൽകി. കുടുംബം വീണ്ടും പഴയതുപോലെ സന്തോഷത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയോടെ അവൻ സ്റ്റേഷനിലേക്ക് വണ്ടി ഓടിച്ചു. എന്നാൽ ആ ആശ്വാസത്തിന് അധിക നേരം ആയുസുണ്ടായിരുന്നില്ല. സ്റ്റേഷൻ അടുക്കാറായപ്പോഴേക്കും റാമിൻ്റെ ഫോൺ ശബ്ദിച്ചു. ഷേർലി ആയിരുന്നു. മറുതലക്കിൽ നിന്ന് അവളുടെ വിറയാർന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ റാമിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. സാർ, കുഞ്ഞൻ.
വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. എന്താ, എന്തു പറ്റി ഷേർലി? പരിഭ്രമത്തോടെ റാം ചോദിച്ചു. മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ വണ്ടി വെട്ടിത്തിരിച്ച് വീടിൻ്റെ ദിശയിലേക്ക് കുതിച്ചു. സാർ, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. വർഷ മേഡം വീട്ടിൽ തനിച്ചാണ്. സാറൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാമോ? ഷേർലിയുടെ വാക്കുകൾ പൂർത്തിയാകും മുൻപേ ഫോൺ കട്ടായി. എന്തായിരിക്കും സംഭവിച്ചത്? കുഞ്ഞിന് എന്തു പറ്റി? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ അകമ്പടിയോടെ റാം അതിവേഗം വാഹനം വീട്ടിലേക്ക് പായിച്ചു. വീട്ടിലെത്തി വാതിലിൽ മുട്ടിയതും വർഷ ഓടി വന്ന് വാതിൽ തുറന്നു. അവളുടെ മുഖത്ത് ഒരു വിചിത്രമായ ഭാവമായിരുന്നു. ആഹാ, ഇത്ര പെട്ടെന്ന് വന്നോ? നമ്മുടെ മോനുണ്ടല്ലോ, അവൻ വലിയ കുസൃതിക്കാരനാണ്. അവന് നല്ല തല്ലിൻ്റെ കുറവുണ്ട്. അതെങ്ങനെയാ? ഡാഡി അവനെ വല്ലാതെ വളർത്തി വഷളാക്കി വെച്ചിരിക്കുമല്ലേ? അവൾ തണുപ്പം മട്ടിൽ പറഞ്ഞു. റാമിൻ്റെ ഉള്ളിൽ ഭയം അലയടിച്ചു. അവൻ എന്താ പറ്റിയത്? അയാൾ വെപ്രാളത്തോടെ ചോദിച്ചു. അവൾ ഒട്ടും പരിഭ്രമമില്ലാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന് ഉറങ്ങിപ്പോയി. നീ പറഞ്ഞതുകൊണ്ട് അവനെ കുളിപ്പിക്കാൻ ഞാൻ ബാത്റൂമിലേക്ക് ചെന്നതാ. അപ്പോഴവൻ ബാത്ടബിൽ തന്നെ കുളിക്കണമെന്ന് വാശി പിടിച്ചു. എന്നിട്ട്? ആകെ നനഞ്ഞു കുളിച്ച വസ്ത്രവുമായി നിൽക്കുന്ന വർഷയെ നോക്കി റാം വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, ബാത്ടബിൽ തന്നെ ഞാൻ അവനെ കുളിപ്പിച്ചു. കുളിച്ച് അവൻ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. വർഷയുടെ വാക്കുകൾ കേട്ടതും റാമിൻ്റെ നെഞ്ചു തകർന്നു. അവൾ പറഞ്ഞതിൻ്റെ ഭയാനകമായ അർത്ഥം ആ നിമിഷം അവൻ്റെ തലച്ചോറിൽ മിന്നിമറഞ്ഞു. ഒരു നിമിഷം പോലും വൈകിയില്ല. സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വർഷയെ ബലമായി പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി. ആശുപത്രിയിലെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ അവിടെ കുഞ്ഞുമോളെയും നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുന്ന ഷേർലിയാണ് അവൻ കണ്ടത്. സാർ, കുഞ്ഞൻ, അവൻ പോയി. ഷേർലിയുടെ തേങ്ങലുകൾ ആ ഇടനാഴിയിൽ മുഴങ്ങി. കേട്ടത് വിശ്വസിക്കാനാകാതെ തകർന്ന മനസ്സുമായി വർഷയെയും ചേർത്ത് പിടിച്ച് ആരോ കാണിച്ചു തന്ന വഴിയെ അകത്തേക്ക് നടക്കുമ്പോൾ തന്നെ കാത്തിരുന്ന ദുരന്തത്തിൻ്റെ ഭീകരത റാം തിരിച്ചറിഞ്ഞില്ല. നിശ്ചലമായി കിടക്കുന്ന തൻ്റെ പൊന്നുമോൻ്റെ ചേതനയേറ്റ ശരീരം വാരിപ്പുണരുമ്പോഴും വർഷയുടെ മുഖത്ത് ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാനുള്ള ശേഷി പോലും അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. ജീവിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ആരെയും കുറ്റപ്പെടുത്താനും വയ്യ. മരണം എത്രമേൽ ഭീകരമാണെന്ന് കുഞ്ഞൻ്റെ വിയോഗം റാമിന് മനസ്സിലാക്കി കൊടുത്തു. കണ്ണടച്ചാലോ ഒന്നുറങ്ങാൻ ശ്രമിച്ചാലോ ഒക്കെ കുഞ്ഞൻ്റെ ആ ചിരിക്കുന്ന മുഖം മനസ്സിൽ തെളിഞ്ഞ് അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. നിയമത്തിന് മുൻപിൽ വർഷയെ കുറ്റക്കാരിയായി കാണാൻ കഴിയില്ലെന്ന സത്യം മാത്രമായിരുന്നു റാമിന് ഏക ലഭിച്ച ആശ്വാസം. നാളുകൾ നീണ്ടു നിന്ന ചികിത്സയ്ക്കൊടുവിൽ ഒരിക്കൽ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് വർഷ ചോദിച്ചു. റാം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശരിക്കും നമ്മുടെ മോൻ എങ്ങനെയാണ് മരിച്ചത്? അവൻ്റെ മരണത്തിൽ എനിക്കെന്തെങ്കിലും പങ്കുണ്ടോ? അവളുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി അവൻ പകച്ചു നിന്നു. റാം, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്ക് തോന്നുന്നു ഞാനാണ് എല്ലാത്തിനും കാരണമെന്ന്. പറ, ഞാനാണോ നമ്മുടെ മോനെ? വർഷയുടെ വിതുമ്പൽ മുറിയിൽ അലയടിച്ചു. ഒന്നിനും ആരും ഉത്തരവാദിയല്ല മോളെ, എല്ലാം നമ്മുടെ വിധി മാത്രം. അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ റാമിൻ്റെ ഉള്ളം നീറുകയായിരുന്നു. നീ റെഡിയാക്, നമുക്കൊന്ന് പുറത്തു പോകാം. വർഷയെ പറഞ്ഞയച്ച് റാം പഴയ ഓർമ്മകളിലേക്ക് ചുരുണ്ടുകൂടി. മകനെ നഷ്ടപ്പെട്ട വേദനയും ഭാര്യയുടെ രോഗാവസ്ഥയും ഒപ്പം നോവ എന്ന മകളെ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടവും ആ നീണ്ട നാളുകൾ റാമിൻ്റെ ജീവിതത്തെ വല്ലാതെ തളർത്തിയിരുന്നു. എല്ലാത്തിനും ഒടുവിൽ ഇപ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ അല്പം സന്തോഷവും സമാധാനവും നിറയുന്നത്. ആ ചിന്തയിൽ റാം ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. വാട്ട്? ഫോണിലൂടെ കേട്ട വാർത്തയിൽ റാം അലർച്ചയോടെ ചാടി എഴുന്നേറ്റു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.